രാഹുലിനിട്ട് ഇനി പണിയേൽക്കില്ല. എന്നാ പിന്നെ ഷാഫി. രാഹുലിനെതിരെ നടത്തിയ തേങ്ങണി പരിപാടികൾ കോടതിയിൽ പൊളിയുകയും അത് ബൂമറാങ് ആകുകയും ചെയ്തതോടെ നെട്ടൂർ കേക്കച്ചൻ അടുത്ത യുവനേതാവിനെ ഒതുക്കുവാനുള്ള തീവ്ര ശ്രമം ആരംഭിച്ചു. അത് മറ്റാരെയുമല്ല, ഷാഫി പറമ്പിലിനെ തന്നെയാണ്. ഇതും പിണറായിയുടെ ആശീർവാദത്തോടെ തന്നെയാണ്. ഷാഫിയെ തെരുവിലിട്ട് ആക്രമിക്കുവാൻ ശ്രമമുണ്ടായതും വടകരയിൽ പോലീസിനെ ഉപയോഗിച്ച് മൂക്കടിച്ച് പൊളിച്ച് കൊലപ്പെടുത്തുവാൻ ശ്രമിക്കുകയും ഷാഫിക്കെതിരെ പാലക്കാട്ടെ ചില വധൂരികളെ കൊണ്ട് ലൈംഗികാരോപണങ്ങൾ നടത്തിക്കുകയും ഒക്കെ ചെയ്തതോടുകൂടി ഷാഫി നന്നായി ഒതുങ്ങി. സതീശന്റെ അനുസരണയുള്ള ഒരു ചെരുപ്പ് നക്കിയായി മാറുക മാത്രമല്ല, രാഹുലിനെതിരെ പ്രതികരിച്ചു തുടങ്ങുകയും ചെയ്തിരുന്നു. ഷാഫിയെ നമ്പിനാൻ അവൻ ഓഹോഹോ എന്ന ആ പഴഞ്ചൊല്ലിലും പതിരില്ല എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിച്ചു. എങ്കിലും ഷാഫി ഒരു പൊട്ടൻഷ്യൽ ത്രെട്ടാണ്. നാളെ തനിക്ക് മീതെ വളരുവാൻ പ്രാപ്തിയുള്ളവനാണ്. അണികളും സമുദായവും അവൻ്റെ ഒപ്പമുണ്ട്. അതുകൊണ്ട് തന്നെ ഇവനെ ഭയപ്പെടണം, ഒതുക്കേണ്ടത് ആവശ്യമാണ് എന്ന ചിന്തയിൽ ഭൂലോക ഒതുക്കീസൻ, ജനിപ്പിച്ചവനെ വരെ കൊനിപ്പിച്ച് ഒതുക്കി മൂലക്കിരുത്തിയവൻ വടകരയിൽ താൻ എത്തുമ്പോൾ ഷാഫിയെ ഒതുക്കുവാനുള്ള സകല ക്രമീകരണങ്ങളും DCC സെക്രട്ടറിയെ കയ്യിലെടുത്ത് നടത്തിയിരുന്നു. അത് ഇന്നലെ കേക്കച്ചൻ്റെ ആ തേപ്പ് യാത്ര വടകരയിലെത്തിയപ്പോൾ നാം എല്ലാം കണ്ടതാണ്. ഷാഫിയെ സ്റ്റേജിൽ ഒന്നുമല്ലാതാക്കുക, ഷാഫി സ്റ്റേജിൽ പ്രസംഗിച്ച് വടകരക്കാരെ കയ്യിലെടുക്കുന്നതിന് മുമ്പ് കേക്കച്ചനെ കൊണ്ട് പ്രസംഗിക്കുക, സ്ഥലം MP കൂടിയായ ഷാഫിയെ പ്രസംഗിക്കാൻ വിളിക്കുന്നതിന് മുമ്പ് തന്നെ മറ്റു സ്ഥലത്തുള്ള 2 MP കൊണ്ട് സംസാരിപ്പിച്ച് സമയം കളയിക്കുക, ഇതൊക്കെ VD സതീശന്റെ ആവശ്യപ്രകാരമാണ് നടത്തിയത് എന്ന് ഞങ്ങളുടെ അന്വേഷണത്തിൽ മനസ്സിലാക്കുവാൻ സാധിച്ചു. ഷാഫി അതിൽ പ്രതികരിക്കുമെന്നും തുടർന്ന് വടകരയിൽ ഭിന്നിപ്പുണ്ടാകുമെന്നും അപ്പോൾ ഒരു പക്ഷം തൻ്റെ ഒപ്പം വരുമ്പോൾ അവരെ ഔദ്യോഗിക പക്ഷമാക്കുമെന്നും ആയിരുന്നു ഒതുക്കീശന്റെ ഓഫർ. വടകരയിൽ സതീശൻ ഇന്നലെ ഈ പണി നടത്തിയത് DCC സെക്രട്ടറി പ്രമോദ് കക്കട്ടിൽ എന്ന കേക്കച്ചന്റെ ഒരു എർത്തിനെ കയ്യിലെടുത്താണ്. മുൻപേയുള്ള തീരുമാനം സ്ഥലം MP ആയ ഷാഫി ആദ്യം സ്വാഗത പ്രസംഗം പറയും, അതിനുശേഷം ജാഥ ക്യാപ്റ്റൻ ജനങ്ങളെ അഭിസംബോധന ചെയ്യും എന്നതായിരുന്നു. എന്നാൽ കേക്കച്ചന്റെ ആ കളിപ്പാവയുടെ ആ ടോർപിഡോ പരിപാടി നമുക്കൊന്ന് കാണാം. ജാഥ ക്യാപ്റ്റൻ പ്രിയപ്പെട്ട VD സതീശൻ നിങ്ങളോട് സംസാരിക്കുവാൻ വേണ്ടി അദ്ദേഹത്തെ സവിനയം ക്ഷണിക്കുന്നു. ഏറ്റവും നമ്മുടെ പ്രിയപ്പെട്ട MP ഷാഫി പറമ്പിൽ നിങ്ങളോട് സംസാരിക്കും. പ്രിയപ്പെട്ടവരെ, ഞാൻ പ്രസംഗിക്കുന്നില്ല, ഒറ്റ വാചകം പ്രതിപക്ഷ നേതാവിനോട് പറയുന്നു. 100-ൽ കൂടുതൽ എണ്ണുമ്പോ കുറ്റ്യാടി എണ്ണിക്കോളൂ എന്ന് ഈ വേദിയിൽ പറയുന്നു. അഭിവാദ്യം. ഇത് സംഭവിച്ചത് ആരോടും ചോദിക്കാതെ സ്വന്തം ഇഷ്ടപ്രകാരം DCC സെക്രട്ടറി പ്രമോദ് കക്കട്ടിൽ വന്ന് VD സതീശനെ സംസാരിക്കുവാൻ വിളിക്കുകയായിരുന്നു. എന്നാൽ ഈ കൺഫ്യൂഷൻ അവിടെ ഉണ്ടായപ്പോൾ തന്നെ ഇത് കണ്ടുകൊണ്ട് നിന്ന സതീശൻ ഇത് രൂക്ഷമാകാതെ പ്രതികരിക്കാമായിരുന്നു, പരിഹരിക്കാമായിരുന്നു. എന്നാൽ അതൊന്നും ചെയ്യാതെ ഇത് കണ്ടുകൊണ്ട് നിന്ന ആ VD സതീശന്റെ മുഖഭാവം കാണുക. ഈ തർക്കമുണ്ടായപ്പോൾ യാതൊരു ഭാവവ്യത്യാസവും കാണിക്കാതെ സതീശൻ ചാടിക്കേറി സ്വന്തം കാര്യം മാത്രം നോക്കി പ്രസംഗിച്ചു. ഇയാൾ സംസാരിച്ചു കൊണ്ട് നിന്നപ്പോൾ അതിന് യാതൊരു വിലയും കൊടുക്കാതെ സ്റ്റേജിൽ നേതാക്കന്മാർ തമ്മിൽ ഉച്ചത്തിൽ സംസാരിച്ചു കൊണ്ടിരുന്നപ്പോൾ സഹികെട്ട് സതീശന് അവരെ ശാസിക്കുന്നതും നമ്മൾ കണ്ടതാണ്. ബാധ്യതയാണ് ഇതെല്ലാം. വലിയ ബാധ്യത. ഇതാണ് നെട്ടൂർ കേക്കച്ചന്റെ ടീം UDF. ഇവന്മാർക്ക് ഭരണം കിട്ടിയാൽ 5 വർഷം പോയിട്ട് 5 ദിവസം പോലും ഇവന്മാർ തേക്കില്ല. ഈ നാഥനില്ലാത്ത ലാംബി സതീശൻ ഹൈജാക്ക് ചെയ്ത ഈ പോത്തിൻകൂട്ടങ്ങളോട് ആര് പറഞ്ഞു കൊടുക്കും ഈ തേൻകണി സതീശനെ മുന്നിൽ നിർത്തി കോൺഗ്രസ് വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിച്ചാൽ സകല സാധ്യതകളും പൊളിയും എന്ന്? ഇവന്റെ മുഖം കണ്ടാൽ ഒരൊറ്റ കോൺഗ്രസ്സുകാരും വോട്ട് ചെയ്യില്ല എന്ന്, 100 സീറ്റ് കിട്ടും എന്ന്
ഈ കേക്ക് നക്കി വീമ്പിളക്കുന്നതിൻ്റെ അടിസ്ഥാനം പിണറായി വിജയൻ്റെ വെറുപ്പിക്കൽ ഇൻവെസ്റ്റ്മെന്റ് ആക്കി മാത്രമാണ്. അയൽവക്കത്തുകാരൻ്റെ വയറ്റിലെ അമേദ്യം കണ്ട് പട്ടിയെ വളർത്തുക എന്ന് പറയുന്നത് പോലെ പിണറായിയുടെ വെറുപ്പിക്കലിൽ മാത്രം പ്രതീക്ഷ അർപ്പിച്ച് ഖദറും ഇട്ട് 100 സീറ്റ് കിട്ടും എന്ന് വീമ്പടിച്ച് നടക്കുന്ന ഈ ഖദർ വടിപോലെയാക്കി നടക്കുന്ന ഈ തേങ്കണി സതീശനോട് ചോദിക്കാനുള്ളത്, ജനുവരി ആകുമ്പോൾ സമഗ്രമായ പ്ലാൻ അവതരിപ്പിക്കും എന്ന് താങ്കൾ പറഞ്ഞിരുന്നു. എവിടെയാണോ സതീശ തൻ്റെ ആ പ്ലാൻ? വയനാട് ദുരന്തത്തിൻ്റെ വീടുകളുടെ കണക്ക് ഇയാൾ അവതരിപ്പിക്കുന്നത് നമ്മൾ കണ്ടില്ലായിരുന്നു. ഏതാണ്ട് അതുപോലെയാണ് ഇയാളുടെ കണക്കുകൾ. അവസാനം ഇവൻ കേരള ജനതയെ മുഴുവൻ മുണ്ടുപൊക്കി കാണിക്കും എന്ന് മനസ്സിലാക്കുവാൻ നമ്മൾ പാഴൂർ പടിപ്പുര വരെ പോകേണ്ട ആവശ്യമില്ല. ഇവൻ്റെ കഴിഞ്ഞ 25 കൊല്ലത്തെ നാറിയ ചരിത്രം ഒന്ന് പരിശോധിച്ചാൽ മാത്രം മതിയാകും. കുലംകുത്തിയായ ഇവൻ്റെ ആകെയുള്ള നേട്ടങ്ങളിൽ ചിലത് 2016 ഉമ്മൻചാണ്ടിയുടെ തുടർഭരണം ഇല്ലാതാക്കി സരിതയെ ഇറക്കി. 2021 ACC കൊടുത്തുവിട്ട മീമണ്ടിയിൽ കൊടുത്തുവിട്ട പണം മോട്ടിച്ചു, ആ വിജയസാധ്യത നശിപ്പിച്ചു. ഇപ്പോൾ രാഹുലിനെതിരെ അടുത്ത തേങ്കണി വെച്ചു എന്നതല്ലാതെ മറ്റെന്തെങ്കിലും ഒരു നേട്ടം ഇയാൾ ഉണ്ടാക്കിയത് ആർക്കെങ്കിലും ഒന്ന് പറയാൻ പറ്റുമോ? പിണറായിയുടെ തട്ടിപ്പുകൾക്ക് കുടപിടിച്ച് കമ്മീഷൻ പറ്റി നിൽക്കുന്ന, ഇലനക്കി നിൽക്കുന്ന ഒരു ചാവാലി, പാർട്ടിയിലെ മിടുക്കന്മാരെ തേങ്കണിയിൽപ്പെടുത്തി നശിപ്പിക്കുന്നവൻ, UDF പാഞ്ചാലിയെ വെച്ച് മുതിർന്ന നേതാക്കന്മാരുടെ കേളികൾ ഡോക്യുമെന്റ് ചെയ്ത് അവരെ ബ്ലാക്ക്മെയിൽ ചെയ്ത് നിർത്തുന്ന ബിരുദൻ, താരകേശന്റെ ഭാര്യയുടെ അടികൊണ്ട പഴയ നെട്ടൂരിലെ പഴയ മണി ചെയിൻ തട്ടിപ്പുകാരൻ, ഈ ഇമേജുകളൊക്കെ മാറുവാൻ ഇന്ന് കേരളത്തിൽ ഏറ്റവും കൂടുതൽ പണം മുടക്കി PR പണി ചെയ്യുന്ന നാറിയ രാഷ്ട്രീയക്കാരൻ. ഇതൊക്കെയല്ലാതെ സതീശ നിനക്ക് എന്ത് യോഗ്യതയാണുള്ളത്? പ്രിയമുള്ളവരെ, ഈ കുടിലതകളുടെ വിളനിലത്തെ ഇവന്റെ മണ്ഡലത്തിൽ തന്നെ കുഴിച്ചു മൂടിയില്ലെങ്കിൽ ഈ വൃത്തികെട്ടവൻ, ഈ സോഷ്യൽ സൈക്കോപാത്ത് ഈ നാട് മുടിപ്പിക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. പിണറായി വിജയൻ ഇവന്റെ മുന്നിൽ ഇവന്റെ ചെരുപ്പിന്റെ വാറഴിക്കുവാൻ യോഗ്യനല്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. ഇവന്മാർ തെറ്റിതിരുത്തി രാഹുലിനെ തിരികെ എടുക്കുന്നില്ല എങ്കിൽ ഇത്തവണ തങ്ങളുടെ വോട്ടുകൾ സഹികെട്ട് BJPക്ക് എന്ന നിലപാടിലേക്ക് കേരളത്തിലെ സകല കോൺഗ്രസ്സുകാരും മാറും എന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. അല്ലെങ്കിൽ ഈ ഒതുക്കീസൻ കേരളം മുടിപ്പിക്കും. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.